പിന്നെ ഈ ബൈബിള് ജീവിതചര്യ പോലെയായ ആ ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞു. അതെന്താ വെച്ചാൽ നിലമ്പൂരിന്റെ പ്രത്യേകതയാണ്. നിലമ്പൂർ ഒരു കുടിയേറ്റ സംസ്ഥാനത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ മൈഗ്രേഷന്റെ ഒരു നാട് കൂടിയായിരുന്നു നിലമ്പൂർ. അപ്പോൾ അന്ന് കാരണം ഇത്രയേ ഉള്ളൂ, അന്ന് ഭൂമിക്ക് ഇവിടെ വില കുറവാണ്. അപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ ഭൂമി കിട്ടും, അവിടെ ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുക, അങ്ങനെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വന്ന വിഭാഗത്തിൽ എല്ലാ മതസ്ഥരും ഉണ്ട്. അതിൽ ക്രൈസ്തവരും നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ ധാരാളം കാണാം. പ്രത്യേകിച്ച് വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, പോത്തുകല്ല് പഞ്ചായത്തുകളിൽ ഈ മൈഗ്രേഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട അയൽവക്കത്ത് ഒരു ക്രൈസ്തവ കുടുംബമായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള വീട്. അന്ന് വീടുകൾക്ക് തമ്മിൽ കുറേ അകലം ഉണ്ടാവും, എന്നാലും താരതമ്യേന അടുത്തുള്ള കുടുംബം ക്രൈസ്തവ കുടുംബമായിരുന്നു. അവർ ഞങ്ങൾ സത്യത്തിൽ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അവർ ആണ് ആദ്യമായിട്ടൊരു ബൈബിൾ വായിക്കാൻ തരുന്നത്. അപ്പോൾ അങ്ങനെ ബൈബിൾ വായിക്കുന്നത് ഒരു കൗതുകം, ആ കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് ബൈബിൾ വായിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് എനിക്കതിൻ്റെ ഭാഷയും പ്രയോഗങ്ങളും ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സൗന്ദര്യവും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ അത് തുടർച്ചയായി വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഞാൻ ആദ്യമായി ഒരു പൊതുവേദിയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, പൊതുവേദിയിൽ. അപ്പോൾ അത് 2ാം ക്ലാസ്സിൽ അതെ പഠിക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഇവിടെ ഈ പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ടാവും. പള്ളി പെരുന്നാൾ ഉത്സവങ്ങളെല്ലാം ഉണ്ടാവും. അത് ഇന്നത്തെ പോലെയല്ല. അന്ന് ഞങ്ങളുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളുകളായാലും അമ്പലത്തിലെ ഉത്സവങ്ങളായാലും അതൊക്കെ ഒരു സെക്കുലറാണ്. എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരുണ്ടാവും. കുട്ടികളുടെ കലാപരിപാടികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവസാന സാമൂഹ്യ സംഗീത നാടകം ഉണ്ടാവും. ഞാൻ പലപ്പോഴും ഈ പ്രൊഫഷണൽ നാടകങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന നാടകങ്ങൾ കണ്ടിട്ടുള്ളത് പള്ളിപ്പെരുന്നാളിനും ക്ഷേത്രത്തിലെ ഉത്സവത്തിനുമാണ്. ഇപ്പോൾ രാജൻ കിഴക്കനേല, വർഗീസ് ചിന്നങ്ങത്ത്, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ, CL ജോസ്, KT മുഹമ്മദ് പുഴങ്കര, ഇങ്ങനെയുള്ള നാടകൃത്തുക്കളുടെ പേരുകൾ ഞാൻ കേൾക്കുന്നത് എങ്ങനെയാണ്. എപ്പോഴും കണ്ട നാടകങ്ങൾ ഓർക്കുന്നുണ്ട്. ഈയിടെ രാജൻ കിഴക്കനേല അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൊല്ലത്ത് വെച്ചൊരു പരിപാടിയിൽ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിമിഷമേ നിന്നെ തേടി എന്നൊരു നാടകം നിങ്ങൾ എഴുതിയിട്ടില്ലെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട നാടകം. വർഗീസ് ചിന്നങ്ങത്തിൻ്റെ അതുപോലെ ശിഥില ഗോപുരങ്ങൾ എന്ന് പറഞ്ഞൊരു നാടകം. ബൈബിൾ നാടകം ഉണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു സോതോം ഗൊമോറ എന്ന് പറഞ്ഞൊരു നാടകം, പടഹധ്വനി, അതുപോലെ ജയ്ഭാരത് നൃത്തകലാലയം തൃപ്പൂണിത്തുറ, അവരുടെ ബാലയകൾ, ഇതെല്ലാം അങ്ങനെയുള്ളൊരു കാലമാണ്. ഒരുപാട് കഥാപ്രസംഗങ്ങൾ. അത് അങ്ങനെ അനുഭവം. കാരക്കോട് ക്ഷേത്രത്തിലെ വൃശ്ചികം 12 എല്ലാ വർഷവും ഉത്സവം ഉണ്ടാവും. ഞങ്ങൾ അങ്ങനെ ഉത്സവം കാണാൻ പോകും. അവിടെ വെച്ചാണ് 5 വർഷങ്ങൾ എന്ന പേരിൽ ഞാൻ ആദ്യമായിട്ട് ഇടക്കൊച്ചി സലീം കുമാർ എന്നൊരു പേര് കേൾക്കുന്നു. പിന്നീട് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ പോയപ്പോൾ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ വന്നു. അപ്പോൾ പഴയ ആരാധകൻ ആരോ പറഞ്ഞു, വിളിച്ചപ്പോൾ മാലയിട്ട് സൂര്യക്കാൻ വിളിച്ചു. ഈ പേര് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്ത് ഇത്ര വർഷം ഈ കഥ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കണ്ടേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നത്, പാതാറിലൊരു സെൻറ്റ് ജോർജ് മലങ്കര ചർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്, റീത്ത് പള്ളി എന്ന് പറയുന്ന പള്ളി. അപ്പോൾ ആ പള്ളിയുടെ ഉത്സവത്തോടനുബന്ധിച്ച് കുട്ടികളുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആണ് ഞാൻ ആദ്യമായിട്ടൊരു പ്രസംഗിക്കുന്നത്. അപ്പോൾ എന്നെ പ്രസംഗിക്കാൻ സ്റ്റേജിലേക്ക് എടുത്ത്, അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് വലിയ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്ത് മൈക്കിൻ്റെ മുന്നിൽ വെച്ചത് ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ തോമസ് തുമ്പയിൽ ചിറയിൽ എന്നായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ചുങ്കത്തറയിലേക്ക് സ്ഥലം മാറി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി. എന്നിട്ട് ഈ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർമ്മിക്കുകയുണ്ടായി. അദ്ദേഹത്തിനും ആ ഓർമ്മയുണ്ടോ? പിന്നീട് പ്രസംഗവേദികളിലെ സ്വരാജിനെ കണ്ട അനുഭവത്തിൽ നിന്ന് അച്ഛൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് അറിയായിരുന്നു. അത് അന്ന് വലിയ സന്തോഷമായിരുന്നു. അത് എൻ്റെ ഫോണിൽ ചിലപ്പോൾ ആ ചിത്രം ഉണ്ടാവും. ഞാൻ നോക്കി അദ്ദേഹം ഞാനും കൂടി അന്ന് 2ാമത് കണ്ടപ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം എന്താ പറയുക, ഇടകലർന്ന് വിവിധ സമൂഹങ്ങളുമായി ജീവിച്ച ഒരു അനുഭവമാണ് കുട്ടിക്കാലത്ത് എൻ്റെ നാടിനുണ്ടായത്. എൻ്റെ മാത്രമല്ല, എൻ്റെ നാടിൻ്റെ ആകെ അനുഭവം. അതുകൊണ്ട് തന്നെ മതപരമായിട്ടുള്ള അതിർവരമ്പുകൾ ഞങ്ങളെ സ്വാധീനിച്ചിരുന്നില്ല. ഏത് മതത്തിൻ്റെയും കാഴ്ചപ്പാടുകളോട് ആദരവ് പുലർത്തുന്ന ഒരു സമൂഹമായിരുന്നു സത്യത്തിൽ അന്നത്തെ സമൂഹം. ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, എന്നാലും എനിക്കറിയാം ഇന്നത്തെ അത്ര പോലും ഒരു വർഗീയ ചിന്ത അന്ന് ആരുടെയും മനസ്സിലുണ്ടായിരുന്നു. അല്ല, അത് പറയുമ്പോൾ വീണ്ടും നമ്മൾ നിലമ്പൂരിലെ കൺവെൻഷനിലേക്ക് വരും. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ചൊരു വാചകം സുരാജ് നല്ല ഓർമ്മയുണ്ടാവും. ഇവിടെ വർഗീയ കക്ഷികൾ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് കാലുകുത്താൻ ഇവിടെ അവസരം കൊടുക്കാത്തത് കൊണ്ടാണ്. അതിലെ ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ കുറിച്ചൊന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് ഈ നാടിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഈ കൈമുനെ പോലെ, ഡോക്ടർ ഉസ്മാനെ പോലെ, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ നിലമ്പൂർ പാലം, നേരത്തെ പറഞ്ഞ പേരുകളെല്ലാം, KG ഉണ്ണീനും അവരെല്ലാം, ഐഷാത്ത, ഇവരൊക്കെ മുൻപോട്ട് വെച്ച ഒരു പുരോഗമനോന്മുഖമായ മനുഷ്യസ്നേഹപരമായ ഒരു കാഴ്ചപ്പാട്, ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യസ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാടിന് ഇവിടെ നല്ല വേരോട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയമൊക്കെ ശക്തിപ്പെട്ടത്. അതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ മുഖ്യമായ പങ്കുമുണ്ട്. അതെ, അത് വളരെ വലിയൊരു ധാരയാണ്. നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ ഈ ജനകീയ സാഹിത്യവും നാടകവും സംഗീതവും എല്ലാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഒന്നുപോലെ പോയൊരു നാട് കൂടി. അതിൽ നിന്നാണ് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള